KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ജംബോ പട്ടികയിൽ എതിർപ്പറിയിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡ് നിലവിൽ തയ്യാറാക്കിയ ജംബോ പട്ടിക ചുരുക്കേണ്ടി വരും. ഇതിനായി മാനദണ്ഡം തയ്യാറാക്കാൻ നേതൃ ചർച്ച കേരളത്തിലും തുടരും. സലീം മാലിക് ചേരുന്നു തിരുവനന്തപുരത്ത്. പറയൂ സലീം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. 3 ദിവസം ഡൽഹിയിൽ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെല്ലാം കൂടെ നിന്ന് മാരത്തോൺ ചർച്ച പൂർത്തിയാക്കിയിട്ടും ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടൊരു സമവായത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വലിയ പ്രതിസന്ധി. അതിനിടയിലാണ് ഈ സമവായ ശ്രമത്തിന്റെ ഭാഗമായി എല്ലാവരെയും ഉൾക്കൊള്ളിക്കാനും പരമാവധി അവസരങ്ങൾ ഒഴിവാക്കാനുമായി ഒരു ജംബോ പട്ടിക തന്നെ ഇത്തവണയും പുനഃസംഘടനയ്ക്കായി നേതാക്കൾ തയ്യാറാക്കിയത്. അതിന്റെ ഭാഗമായി സെക്രട്ടറിമാർ 24 ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം 24-ൽ നിന്നും 40-ലേക്ക് ഉയർത്തുകയും സെക്രട്ടറിമാരുടെ എണ്ണം 100-ലേക്ക് ഉയർത്തുകയും ചെയ്തിരുന്നു. വൈസ് പ്രസിഡന്റുമാരുടെ എണ്ണം 4-ൽ നിന്നും 9-ലേക്കും ഉയർത്തിയ ഒരു പട്ടികയാണ് ഹൈക്കമാൻഡിന് മുൻപിലേക്ക് നൽകാനായി KPCC തയ്യാറാക്കിയത്. പക്ഷേ ജംബോ കമ്മിറ്റി വേണ്ട എന്നുള്ളൊരു കടുത്ത നിലപാടിലാണ് ഹൈക്കമാൻഡ് ഉള്ളത്. ആ പട്ടിക ചുരുക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ DCC അധ്യക്ഷന്മാരുടെ കാര്യത്തിനൊപ്പം തന്നെ ഇനിയിപ്പോൾ ഈ തയ്യാറാക്കിയ പട്ടിക ചുരുക്കേണ്ടി വരും KPCCക്ക്. അങ്ങനെയെങ്കിൽ അത് ആരെയൊക്കെ ഒഴിവാക്കണമെന്നുള്ളതും വലിയ തർക്കത്തിലേക്ക് തന്നെ പോവുകയും ചെയ്യും. കാരണം നിലവിൽ DCC അധ്യക്ഷന്മാരെ കുറിച്ചുള്ള തർക്കത്തിൽ ഇതുവരെയും ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തിയിട്ടില്ല. പല പ്രധാനപ്പെട്ട നേതാക്കളും ചിലരെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്, ചിലരെ മാറ്റുകയാണെങ്കിൽ എല്ലാവരെയും മാറ്റണമെന്ന് മറ്റു ചില നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള പ്രധാനപ്പെട്ട നോമിനികളെ വെക്കാത്തതിൽ വലിയ എതിർപ്പോടുകൂടിയായിരുന്നു കഴിഞ്ഞ 3 ദിവസവും ഈ ഡൽഹിയിൽ ചർച്ച തുടർന്നത്. 2 ദിവസം മാത്രമായിരുന്നു ആദ്യം ഈ കൂടിക്കാഴ്ചകളൊക്കെ ഡൽഹിയിൽ തീരുമാനിച്ചിരുന്നത്. പിന്നീട് സംസ്ഥാനത്തെ മുഴുവൻ പരിപാടികളും റദ്ദാക്കി കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ കൂടി ഡൽഹിയിൽ തുടർന്നതും ഈ തർക്കം സമവായത്തിലെത്താത്തതിനെ തുടർന്നാണ്. ആ തർക്കത്തിന് ഇനിയും കേരളത്തിൽ ചർച്ച തുടരും എന്നുള്ള നിലയാണ് ഇപ്പോഴുള്ളത്. അതിനിടയിലാണ് ഈ ജംബോ കമ്മിറ്റി കൂടി ചുരുക്കണമെന്നൊരു നിർദ്ദേശം ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആരുടെ നോമിനികളെ ഒഴിവാക്കും, അതെങ്ങനെ ഒഴിവാക്കും, അവരെ എങ്ങനെ അനുനയിപ്പിക്കും എന്നതുൾപ്പെടെയുള്ള ഒരു വലിയ ദൗത്യം, ശ്രമകരമായ ദൗത്യമാണ് KPCC നേതൃത്വത്തിന് മുൻപിലുള്ളത്. അത് മാത്രമല്ല, ആ ദൗത്യം വളരെ വേഗത്തിൽ പൂർത്തിയാക്കുകയും വേണം. കാരണം മറ്റന്നാളോടുകൂടി 10-ാം തീയതിയോടുകൂടി ഈ പട്ടിക പ്രഖ്യാപിക്കണം എന്നുള്ളൊരു നീക്കമാണ് ഹൈക്കമാൻഡ് നടത്തുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ അതിന് സാധിക്കുമോ എന്നുള്ളതും വലിയ ആകാംക്ഷയായി തന്നെ തുടരുകയാണ്. SKN. ഓക്കെ, താങ്ക് യു സലീം മാലിക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.